ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു റെസിപ്പി വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ക്രേവിങ്സ്, ഷുഗർ ക്രേവിങ്സ്. അങ്ങനെ ഒരു ഷുഗർ ക്രേവിങ്സിൽ ആ ഒരു സ്പോട്ടിലുണ്ടാക്കിയൊരു പുഡിങ്ങാണ് ബിസ്കോഫ് പുഡിങ്. ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് കുറേ വട്ടം ഉണ്ടാക്കിന്. എളുപ്പത്തിലായതുകൊണ്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്. നമ്മളെ കയ്യിൽ ഇതിൻ്റെ സാധനമെല്ലാം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്. എനിക്കില്ലേ എപ്പോഴൊക്കെ ചോറ് കഴിച്ചതിന് ശേഷമില്ലേ ഒരു ഷുഗർ ക്രേവിങ്സ് ഉണ്ടാകുന്നു. അത് എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഒരു എന്തെല്ലാം ഇങ്ങനെ ഷുഗർ കഴിക്കാത്തത് തൊട്ട്. അങ്ങനെ ആ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയൊരു പുഡിങ് എളുപ്പത്തിൽ ഉണ്ടാക്കാം. 3 ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിന്. അത് നമുക്ക് 3 വിലേക്ക് ആവശ്യമില്ലാന്ന് മീൻസ് പുഡിങ്ങിൽ ഇതെല്ലാം ആഡ് ആക്കണമെന്നില്ലാന്ന്. നമുക്ക് കുറച്ച് അത് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അതിന് സൈഡ് ഡെക്കറേഷൻ ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ആക്കാം. എന്നിട്ട് എല്ലാം കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ട് പൊടിച്ചിട്ട് മാറ്റിയേക്കാം. നമ്മൾ പുഡിങ്ങിൻ്റെ ട്രേ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിട്ടില്ലേ ആ ബിസ്ക്കറ്റും പിന്നെ ബട്ടർ മെൽട്ടാക്കിയിട്ട്, എൻ്റെ കയ്യിൽ സോൾട്ടഡ് ബട്ടർ ഉണ്ടായത്, നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ എടുത്തെങ്കിൽ ബെറ്റർ. ബട്ടറും പിന്നെ ഈ പൊടിച്ച ബിസ്ക്കറ്റിൻ്റെ ഇതും പിന്നെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ പുഡിങ്ങിൻ്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് അമർത്തി കൊടുത്തിട്ട് വെക്കണം. വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ആക്കാം. ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ആക്കി, ഞങ്ങൾക്ക് അത് വീഡിയോയിൽ ആഡ് ആക്കാൻ മറന്നുപോയത്. അന്നെങ്കിൽ ആ ഒരു മധുരം കിട്ടും. എന്നിട്ട് ബട്ടർ മിക്സ് ആക്കിയിട്ട് ആ പാത്രത്തിൽ അമർത്തിയിട്ട് വെക്കണം. എന്നിട്ട് ആ പാത്രം പിന്നെ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കണോ. എന്നിട്ട് ബാക്കി വന്ന പൊടി നമ്മൾ വിപ്പിംഗ് ക്രീം അടിക്കണ്ടേ. പിന്നെ ബീറ്ററിൽ അടിച്ചെങ്കിൽ നല്ല ബെറ്റർ നമുക്ക്. പിന്നെ ബീറ്റർ ഇല്ലാത്തവർ ഫോർക്ക് വെച്ചിട്ടും സെറ്റാക്കാം. ഫോർക്കാ വിസ്കാ അത് വെച്ചിട്ട് സെറ്റാക്കാം. എന്നിട്ട് ബാക്കി വരുന്ന പൊടി പിന്നെ വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ടിട്ട് ഷുഗർ പൗഡർ ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് ബീറ്ററിൽ അടിച്ചിട്ട് സെറ്റാക്കാം. എന്നിട്ട് നമ്മൾ മറ്റേ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിട്ടില്ലേ അതെടുത്തിട്ട് അതിൽ പിന്നെ വിപ്പിംഗ് ക്രീമെല്ലാം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ അതിൽ കുറച്ച് നേരം സെറ്റാക്കാൻ വെക്കാം. എന്നിട്ട് ഞാനൊരു 1/2 അവറും വെച്ചിട്ടാണ്, ടൈമില്ലാത്തത് തൊട്ട് 1/2 അവർ വെച്ചിട്ടാണ്. അതിന് മുമ്പ് എടുത്ത് ഞാൻ ഫ്രീസറിലായതിട്ട് പെട്ടെന്ന് നമുക്ക് തണുത്തിട്ട് കിട്ടുമല്ലോ കുറച്ച് ഉറപ്പായിട്ട്. അതുകൊണ്ട് ഫ്രീസറിൽ വെച്ചാനില്ലെങ്കിൽ താഴെ വെച്ചാൽ ബെറ്റർ നമുക്ക്. ഫ്രീസറിൽ വെച്ചാൽ നമുക്കൊരു കട്ടിയിൽ ഐസ്ക്രീം എടുക്കുന്ന പോലെ ആവും, നല്ലോണം ഫ്രീസറിൽ വെച്ചിട്ടാൻ പാകുന്നില്ല അതുപോലെ. അതുകൊണ്ട് താഴെ വെക്കുന്നത് നല്ലത്. നേരത്തെ മാറ്റി വെച്ചിട്ടേ ആ പൊടി ഇനി നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് ആ മോഡൽ നമുക്കാക്കാം. പിന്നെ ഞാൻ 2 ബിസ്ക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റ് 2 സെൻറ്ററിൽ വെച്ച് കൊടുത്ത്. അപ്പോൾ ഈ പുഡിങ് എല്ലാവരും ട്രൈ ആക്കിയിട്ട് എനിക്ക് കമൻറ്റ് ആക്കണമാവേ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ആക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.